പുണ്യനദിയായ കാവേരിയുടെ തീരത്ത് സ്വർണ്ണസൂര്യൻ്റെ കിരണങ്ങൾ പതിയുന്ന മനോഹര പ്രഭാതങ്ങളിൽ ഭദ്രകാളിയുടെ കടാക്ഷം നിറഞ്ഞ ഗുഹാർ പട്ടണത്തിൽ കണ്ണകിയും കോവലനും പ്രണയം നിറഞ്ഞ ഹൃദയങ്ങളോടെ ജീവിച്ചിരുന്നു. അമ്മ പാർവതിയുടെ അനുഗ്രഹം നേടിയ കണ്ണകി നിറകണ്ണുകളോടെ കോവലനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ സ്നേഹം മാത്രം നിറയും. കണ്ണകിയുടെയും കോവലൻ്റെയും സന്തോഷമായ ജീവിതത്തിനിടയിലേക്ക് അപ്രതീക്ഷിതമായി സുന്ദരിയും നർത്തകിയുമായ മാധവി എന്ന കോവലനുമായുള്ള അടുപ്പത്തെ തുടർന്ന് കണ്ണകിയുടെ ജീവിതം ദുഃഖത്തിലായി. കണ്ണകിയുടെ പണവും ആഭരണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് കോവലിനും മാധവിയും കുറേ നാളുകൾക്ക് ശേഷം കോവലിൻ്റെ സമ്പത്തെല്ലാം കൈക്കലാക്കി മാധവി പഴവങ്ങാടി അമ്പലമാണ്. നിരാശനായ കോവലൻ ദരിദ്രനായി കണ്ണകിയുടെ അടുത്തേക്ക് തിരികെ വന്നു. കോവലിനെ സ്വീകരിച്ചു. വീണ്ടും അവിടെ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്ത കണ്ണകിയും കോവലനും മധുരയിലേക്ക് യാത്ര തിരിച്ചു. കണ്ണകിയുടെ കാലിലെ അല്ലാതെ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മധുരയിലെ രാജ്ഞിയുടെ കാലിലെ ഒരു ചിലമ്പ് കാണാനില്ലായിരുന്നു. കയ്യിൽ പണമില്ലാത്തതിനാൽ കണ്ണകി ഒരു ചിലമ്പ് വിറ്റ് പണം കണ്ടെത്താമെന്ന് വിചാരിച്ച് ഒരു തട്ടാനെ സമീപിച്ചു. കഷ്ടകാലമെന്ന് പറയട്ടെ, ദുഷ്ടനായ തട്ടാൻ അത് രാജ്ഞിയുടെ കാണാതായ ചിലമ്പാണെന്ന് പറഞ്ഞ് രാജാവിനെ വിവരമറിയിച്ചു. രാജാവ് കോവലൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കോവലൻ്റെ തലവെട്ടി. കണ്ണകി തൻ്റെ ചിലമ്പ് മാണിക്യമാണെന്നും രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളാണെന്നും രാജാവിനെ ധരിപ്പിച്ചു. സത്യം മനസ്സിലാക്കിയ രാജാവ് കണ്ണകിയോട് മാപ്പ് പറഞ്ഞു. ഇതറിഞ്ഞ് രോഷാകുലിയായ കണ്ണകി രൗദ്രഭാവത്തിൽ തൻ്റെ മാറുതം പറിച്ചെടുത്ത് ശാപവാക്കുകളാൽ മധുരയിലേക്ക് എറിഞ്ഞു. മധുര നഗരം ചാമ്പലായി. കോപം സഹിക്കാതെ കണ്ണകി നേരെ കൊടുങ്ങല്ലൂരേക്ക് പോയി. കിള്ളിയാറിൻ്റെ അടുത്തെത്തിയപ്പോൾ മുല്ലവീട്ടിൽ കാരണവർ കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണകി പെട്ടെന്ന് ബാലിക രൂപം പ്രാപിച്ച് കാരണവരോട് എന്നെ ഒന്ന് അക്കരെ കടത്താമോ എന്ന് ചോദിച്ചു. കാരണവർ നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് ഒരു സുന്ദരിയായ ബാലിക മുന്നിൽ നിൽക്കുന്നു. കാരണവർ കുട്ടിയെ തൻ്റെ ചുമലിലേക്ക് വീട്ടിൽ കൊണ്ടുപോയി. വെളിയിൽ നിർത്തിയിട്ട് അവളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ അകത്തേക്ക് പോയി. കാരണവർ കുടുംബസമേതം തിരികെ വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. കാരണവർക്ക് നിരാശയായി. കാരണവരുടെ സ്വപ്നത്തിൽ ആ ബാലിക പ്രത്യക്ഷപ്പെട്ടു. അവിടെ ആ കാവിനുള്ളിൽ 3 വര വരച്ചിട്ടുണ്ട്. അവിടെ എന്നെ ഇരുത്തിക്കോളൂ, ഞാൻ എല്ലാവരെയും സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ബാലിക പ്രത്യക്ഷയായി. കാരണവർ നേരം വെളുത്ത് കാവിൽ പോയി നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടത് സത്യമായിരുന്നു. കാവിൽ ഒരു പ്രത്യേക സ്ഥലത്ത് 3 വര കാണുന്നു. പരിസരവാസികൾ എല്ലാവരും കൂടി ചേർന്ന് അവിടെ ഒരു ചെറിയ അമ്പലം പണിതു. ചുറ്റുപാടും ഉള്ള ജനങ്ങൾക്ക് നല്ല അനുഭവങ്ങളും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു 4 കൈകളോടുകൂടി ദേവിയുടെ വലിയ വിഗ്രഹം ഉണ്ടാക്കി ഒരു വലിയ ക്ഷേത്രം ആക്കിയെടുത്തതാണ് ആറ്റുകാൽ ക്ഷേത്രം. 4 കൈകളിൽ 4 ആയുധങ്ങളോട് കൂടിയതാണ് ഇപ്പോഴത്തെ വിഗ്രഹം. അതിനടുത്തായി മൂലവിഗ്രഹവുമുണ്ട്. ശക്തിയുടെയും കരുണയുടെയും പ്രതീകമായി സുന്ദരിയായി ദേവി തൻ്റെ വിഗ്രഹത്തിൽ തിളങ്ങുന്നു. ഓരോ വർഷവും ഇവിടെ ഒത്തുകൂടുന്ന സ്ത്രീകളുടെ വർദ്ധനവും അവരുടെ അനുഭവങ്ങളും പൊങ്കാല വഴിപാടും ആൺകുട്ടികളുടെ കുത്തിയോട്ടവും പെൺകുട്ടികളുടെ താലപ്പൊലിയും എല്ലാം കൂടി 10 ദിവസത്തെ ഉത്സവത്തിൻ്റെ നിർവൃതി അനുഭവിച്ചറിയുക തന്നെ വേണം. അതെടുത്തു. ഇനി മോടയാ ചൂട്ടില്ല. ഊതി കൊടുത്തരമ്മ, ഒന്ന് വീശി കൊടുത്തേ. ആ വിസറി എടുത്തൊന്ന് വീശി കൊടുത്തേ. അന്നേരം വരുമ്പോൾ ഓണാക്കിയാൽ മതി. മോളിച്ചിരി അങ്ങ് നീങ്ങി നിന്ന് എന്നാലേ കിട്ടുള്ളൂ.
ചേച്ചി വരുമ്പോഴാണ് ഇത് പറഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. ആയോ? ഇതായി. എന്നാ ഞങ്ങൾ രണ്ടുപേരും തിളക്കാത്തല്ലേ? അത് തിളച്ചല്ലേ? അത് തിളച്ചു. രണ്ട് മാത്രം തിളച്ചു. അത് നല്ലോണം ഇത് വെക്കും. അതെടുത്തു എന്നിട്ട് കുറച്ചെടുത്ത് പോയി. ഇത് വീണില്ലേ? തീ കൊടുക്ക് പോളെ. അത് വീണിട്ട് രമയുടെ നമുക്ക് ഇത് ചെയ്യാം. ആയിട്ടില്ല. തീ അകത്തേക്ക് കൊടുത്തേ. വീണോ? നമ്മൾ വെള്ളം കുടിച്ച 2 കുപ്പിയും കൊണ്ട് ജ്യൂസ് ഇപ്പൊ തിളക്കും. അത് പ്രശ്നം എന്നൊക്കെ കൊടുക്കും. പ്രശ്നം എന്നാന്നറിയാമോ? എല്ലാം കൂടെ നടക്കുമല്ലോ. ഇനി തിളക്കുന്നത് ലാസ്റ്റ് ഞാൻ അരിയിട്ടാണ്. പ്രാർത്ഥിച്ചു. ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയാം. ഓക്കെ. ഏകദേശം 1:30 കൂടിയാണ് നേദിക്കാനായി തിരുമേനി എത്തുന്നത്.